കഴിഞ്ഞ 9 വർഷമായി ആസ്പിരൻസിന് നിയർ UPSC എക്സ്പീരിയൻസ് നൽകി നടത്തി വന്നിരുന്ന ടെസ്റ്റ് സീരീസ് ആണ് IPTS ഇൻ്റഗ്രേറ്റഡ് പ്രിലിംസ് ടെസ്റ്റ് സീരീസ്. ഈ ടെസ്റ്റ് സീരീസിൻ്റെ 10ാം വേർഷനോടനുബന്ധിച്ച് ഒരുപാട് പുതിയ ഫീച്ചേഴ്സുമായാണ് IPTS 2025 ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്കിതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ടെസ്റ്റ് സീരീസിൻ്റെ ഏറ്റവും പ്രധാന കമ്പണൻ്റായി ഞങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ടെസ്റ്റുകൾ തന്നെയാണ്. നിയർ UPSC എക്സ്പീരിയൻസ് നൽകുന്ന ടെസ്റ്റുകൾ. ഞങ്ങളുടെ ടെസ്റ്റുകൾ വഴി ഒരു സീരിയസ് ആസ്പിരൻസിന് താഴെ പറയുന്ന കാര്യങ്ങളെല്ലാം ലഭിക്കുന്നു. ഒന്ന്, തങ്ങളുടെ നോളേജ് അപ്ലൈ ചെയ്ത് നോക്കാനുള്ള ഒരു അവസരം. തങ്ങൾ പഠിക്കുന്നത് കൃത്യമായാണോ, ആ പഠിച്ചതിനെ ബേസ് ചെയ്ത് ചോദ്യങ്ങൾ ശരിയാക്കാൻ സാധിക്കുമോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. രണ്ടാമതായി, നോളേജ് ഗ്യാപ്പുകൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നു. നിങ്ങളുടെ ഫെലോ ആസ്പിരൻസ് UPSC ക്ലിയർ ചെയ്യാൻ ചാൻസ് ഉള്ള നിങ്ങളുടെ ഫെലോ ആസ്പിരൻസ് കറക്റ്റാക്കുന്ന ചോദ്യങ്ങൾ നിങ്ങൾക്കും കറക്റ്റാകണം. അത് കറക്റ്റാകുന്നില്ലെങ്കിൽ അവിടെ ഒരു നോളേജ് ഗ്യാപ്പുണ്ട്. അത് ചിലപ്പോൾ നിങ്ങളുടെ കോൺസെപ്ഷ്യൽ ക്ലാരിറ്റി കൊണ്ടുള്ള പ്രശ്നമാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ റിവിഷൻ മെമ്മറി ഇഷ്യൂസ് കൊണ്ടുള്ള ഫാക്ച്വൽ നോളേജിൻ്റെ ഗ്യാപ്പാകാം. ഇത് രണ്ടും നമുക്ക് റെക്ടിഫൈ ചെയ്യണം. മൂന്നാമതായി, നമുക്കറിയാം UPSC എക്സാമിനേഷനിൽ പലപ്പോഴും സ്റ്റാൻഡേർഡ് ബുക്കുകളില്ലാത്ത, അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിൽ ഇല്ലാത്ത, കമ്പൈലേഷൻ ഇല്ലാത്ത ചോദ്യങ്ങൾ വരാം. പൂർണ്ണമായി ഇല്ലാത്ത ഇത്തരം ചോദ്യങ്ങൾ നമ്മൾ സോൾവ് ചെയ്യുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻ സോൾവിങ് സ്കില്ലുകൾ ഉപയോഗിച്ചാണ്. ചില ടെക്നിക്കുകളും ചില ടിപ്പുകളൊക്കെ ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്തരം ചോദ്യങ്ങൾ നിങ്ങൾക്ക് ശരിയാകുന്നില്ലെങ്കിൽ നിങ്ങളുടെ സ്കിൽ ഗ്യാപ്പുകളാണ് കാണിക്കുന്നത്. ഈ സ്കിൽ ഗ്യാപ്പുകളെ ഐഡൻറ്റിഫൈ ചെയ്യാനും റെക്ടിഫൈ ചെയ്യാനും ഈ ടെസ്റ്റ് സീരീസ് സഹായിക്കുന്നു. അടുത്തതായി, ഈ ടെസ്റ്റ് സീരീസ് നിങ്ങൾക്ക് നൽകുന്നത് ന്യൂ കണ്ടൻ്റാണ്. സ്റ്റാൻഡേർഡ് ബുക്കുകളിലില്ലാത്ത, നിങ്ങൾ നോർമലി എൻകൗണ്ടർ ചെയ്യാൻ ചാൻസ് ഇല്ലാത്ത, എന്നാൽ UPSC പ്രിപ്പറേഷന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില പുതിയ കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് ഈ ടെസ്റ്റ് സീരീസ് വഴി ലഭിക്കുന്നു. ഇതിൽ ഏറ്റവും പ്രധാനം UPSCയുടെ പുതിയ ട്രെൻഡുമായി ബന്ധപ്പെട്ടുള്ള കണ്ടൻറ്റുകളാണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, 2022 വരെ ജോഗ്രഫിയിൽ നിന്നുള്ള കൂടുതൽ ചോദ്യങ്ങളും ഫിസിക്കൽ ജോഗ്രഫിയിൽ നിന്നായിരുന്നു. ഹ്യൂമൻ ജോഗ്രഫിയിൽ നിന്ന് ചോദിക്കുകയാണെങ്കിൽ അത് റിസോഴ്സസിൽ നിന്ന് മാത്രമായിരുന്നു ചോദിച്ചിരുന്നത്. എന്നാൽ 2023 ട്രാൻസ്പോർട്ടേഷൻ എന്നുള്ള ചോദ്യങ്ങൾ വന്നു. ഇനി 2024 വരുമ്പോൾ ട്രാൻസ്പോർട്ടേഷൻ കൂടാണ്ട് പോപ്പുലേഷൻ എന്നുള്ള ചോദ്യങ്ങളും വന്നു. അതിനർത്ഥം UPSC ജോഗ്രഫിയിൽ, ഹ്യൂമൻ ജോഗ്രഫിയിൽ നിന്നുള്ള ചോദ്യങ്ങൾ കൂടുതൽ ചോദിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ്. ഇത്തരം ട്രെൻഡുകൾ ചിലപ്പോൾ ഒരു ഇൻഡിവിജ്വൽ ആസ്പിരൻറ്റിന് അയാളുടെ സെൽഫ് അനാലിസിസ് വഴി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണമെന്നില്ല. ഇവിടെ ഈ ടെസ്റ്റുകൾ നിങ്ങളെ സഹായിക്കുന്നു. ഈ ടെസ്റ്റ് സീരീസിൻ്റെ രണ്ടാമത്തെ ഏറ്റവും പ്രധാന കമ്പോണൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള, നിങ്ങൾക്ക് റിവിഷൻ മെറ്റീരിയലായി തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ആൻസർ കീകളാണ്. ഈ ആൻസർ കീയിലുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് ഇതിൻ്റെ അപ്രോച്ച് സെഷൻ. ഒരു ചോദ്യം ക്രാക്ക് ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഏതാണ്, ആ ചോദ്യത്തിൻ്റെ ക്രക്സ് എന്താണ് എന്ന് നിങ്ങളെ മനസ്സിലാക്കാൻ സഹായിക്കുന്ന കമ്പോണൻ്റാണ് അപ്രോച്ച് സെഷൻ. ഇത് ഫസ്റ്റ് അറ്റൻഡേഴ്സിന് വളരെയധികം സഹായകരമായ ഒരു കമ്പോണൻ്റാണ്. ഇനി നിങ്ങൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ കുറച്ച് വീക്കാണെന്ന് വിചാരിക്കാം. അതായത് ഇപ്പം നിങ്ങൾക്ക് ആൻഷ്യൻ മീഡിയയിലും ആർട്ട് ആൻഡ് കൾച്ചറും വീക്കാണെന്ന് വിചാരിക്കാം. ഞങ്ങളുടെ ആർട്ട് ആൻഡ് കൾച്ചറിൻ്റെ ടെസ്റ്റും ആൻഷ്യൻ മീഡിയയിലെ ടെസ്റ്റും 100 മാർക്കിൻ്റെ ടെസ്റ്റുകളാണ്. അപ്പോൾ മൊത്തം 200 ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് ഈ ടെസ്റ്റുകൾ വഴി ലഭിക്കുന്നത്. ഈ ആൻസർ കീസ് വായിക്കുന്നത് തന്നെ നിങ്ങളെ ഈ സബ്ജക്റ്റിൽ സാമാന്യം സ്ട്രോങ് ആക്കാൻ സഹായിക്കുന്നു. സോ യു ക്യാൻ സീ അവർ ആൻസർ കീസ് വിൽ ആക്ട് ആസ് യുവർ റിവിഷൻ മെറ്റീരിയൽസ് ഇൻ സം സബ്ജക്ട്സ്. അടുത്തൊരു കമ്പോണൻ്റ് ആണ് സ്ട്രാറ്റജി സെഷൻസ്. നമ്മൾ ഏതൊരു സബ്ജക്റ്റിന് വേണ്ടിയും ഏതൊരു സബ്ജക്റ്റിൻ്റെ ടെസ്റ്റിന് വേണ്ടിയും പഠിക്കുന്നതിന് മുന്നേ കൃത്യമായി ഈ സബ്ജക്റ്റിൻ്റെ നേച്ചർ എന്താണെന്ന് അറിഞ്ഞിരിക്കണം, അതിൻ്റെ ഫോക്കസ് ഏരിയാസ് എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം, അതിൻ്റെ പുതിയ ട്രെൻഡുകൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം. ഇതിന് സഹായിക്കുന്ന സെഷനുകളാണ് സ്ട്രാറ്റജി സെഷൻസ്. നമുക്കറിയാം ഓരോ സബ്ജക്റ്റിനും ചില വ്യത്യാസങ്ങളുണ്ട് അതിൻ്റെ നേച്ചറിൽ. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ബേസിക് എക്കണോമിക്സിൽ കോൺസെപ്ഷ്യൽ ക്ലാരിറ്റിയും കോൺസെപ്റ്റ്സ് തമ്മിലുള്ള ഇൻ്റർ കണക്ഷനുമാണ് ഇമ്പോർട്ടൻറ്റ്. എന്നാൽ പൊളിറ്റിയിലേക്ക് വരുമ്പോൾ അവിടെ നിങ്ങൾക്ക് ഫാക്ച്വൽ ഇൻഫർമേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ തന്നെ ഫിലോസഫിക്കൽ അണ്ടർസ്റ്റാൻഡിങ്ങും ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യൻ ജോഗ്രഫിയിലേക്ക് വരുമ്പോൾ റിവേഴ്സിലും ഫിസിക്കൽ സെറ്റിങ്ങിലുമൊക്കെ ഫാക്ച്വൽ ആയിട്ടുള്ള ഇൻഫർമേഷനാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. ഈ വ്യത്യാസം മനസ്സിലാക്കി വേണം ഓരോ സീരിയസ് ആസ്പിരൻറ്റും ഓരോ ടെസ്റ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ. ഈ ടെസ്റ്റിൻ്റെ അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടൻ്റാണ് PYQ അനാലിസിസ് സെഷൻ. നമുക്കറിയാം PYQs അനലൈസ് ചെയ്യുന്ന വഴിയാണ്
നമുക്ക് ഫോക്കസ് ഏരിയാസ് മനസ്സിലാക്കാൻ സാധിക്കുന്നതും ട്രെൻഡുകൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതും ഓരോ സബ്ജക്റ്റിൻ്റെയും റിലേറ്റീവ് ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ സാധിക്കുന്നതൊക്കെ. ഇത് കൂടാണ്ട് റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ലഭിക്കാനും PYQ അനാലിസിസ് നിങ്ങളെ സഹായിക്കുന്നു. PYQസിൻ്റെ ഈ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി തന്നെ 2 രീതിയിലുള്ള അനാലിസിസ് ആണ് ഈ ടെസ്റ്റ് സീരീസിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ഒന്ന് ടോപ്പിക് വൈസ് ആയിട്ടുള്ള PYQ അനാലിസിസ്. ഓരോ സബ്ജക്റ്റ് ടെസ്റ്റിന് മുന്നേയും ടോപ്പിക് വൈസ് PYQ അനാലിസിസ് ഉണ്ടായിരിക്കും. അതുവഴി ഫോക്കസ് ഏരിയാസ് ഐഡൻറ്റിഫൈ ചെയ്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയാസിൻ്റെ ഒരു ഷോർട്ട് റിവിഷനും കൂടെ അതിൽ ഇൻക്ലൂഡഡ് ആണ്. ഇത് കൂടാണ്ട് സെഷണൽ ടെസ്റ്റുകൾക്ക് ശേഷം ഫുൾ ടെസ്റ്റുകളുടെ സമയത്ത് നമ്മൾ ഇയർ വൈസ് PYQ അനാലിസിസ് കൂടെ ചെയ്യുന്നുണ്ട്. അങ്ങനെ 2 രീതിയിൽ നിങ്ങൾ റീസെൻറ്റ് PYQസിലൂടെ പോകുന്നു. ദെയർബൈ യു ക്യാൻ എൻഷുർ ദാറ്റ് PYQs ഏരിയാസിൽ നിങ്ങൾ വളരെയധികം സ്ട്രോങ് ആണ്. ഫോക്കസ് ഏരിയാസ് നിങ്ങൾക്ക് വളരെ ക്ലിയർ ആണ്. ട്രെൻഡുകളും നിങ്ങൾക്ക് വളരെ ക്ലിയർ ആണ്. ഈ ടെസ്റ്റ് സീരീസിൻ്റെ അടുത്തൊരു പ്രധാന ഫീച്ചറാണ് കറണ്ട് അഫയേഴ്സ് പ്രിപ്പറേഷനെ നിങ്ങളെ സഹായിക്കുന്ന കമ്പോണൻസ് ഉണ്ട് എന്നത്. 3 കറണ്ട് അഫയേഴ്സ് ടെസ്റ്റുകളാണ് ഇതിലുള്ളത്. 4 മാസങ്ങളുടെ 3 ടെസ്റ്റുകൾ. ഈ ഓരോ ടെസ്റ്റിന് മുന്നേ വരുന്ന വീക്കുകളിലും ആ മാസങ്ങളിലെ ഫുൾ കറണ്ട് അഫയേഴ്സ് നമ്മൾ റിവൈസ് ചെയ്യുന്നു. അതിനുള്ള റിവിഷൻ ക്ലാസ്സസ് ഈ ടെസ്റ്റ് സീരീസിലുണ്ട്. കൂടാണ്ട് നിങ്ങൾക്ക് 3 ടെസ്റ്റുകൾ വഴി 300 കറണ്ട് അഫയേഴ്സ് ടോപ്പിക്സ് ആണ് കിട്ടുന്നത്. ഈ ആൻസർ കീസ് തന്നെ നിങ്ങളുടെ കറണ്ട് അഫയേഴ്സിന് വേണ്ടിയുള്ള ഏറ്റവും നല്ല റിവിഷൻ മെറ്റീരിയൽസ് ആയിട്ട് ആക്ട് ചെയ്യും. സോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു സീരിയസ് ആസ്പിരൻറ്റിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ട എല്ലാ കമ്പോണൻറ്റും ഇൻക്ലൂഡ് ചെയ്ത് വളരെ ഹോളിസ്റ്റിക് ആയിട്ടാണ് IPTS 2025 ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സോ ഞങ്ങൾ എല്ലാ സീരിയസ് ആസ്പിരൻസിനെയും ഈ ടെസ്റ്റ് സീരീസിൻ്റെ ഭാഗമാകാൻ ക്ഷണിക്കുന്നു. അതുവഴി നമുക്ക് ഒന്നിച്ച് ഏറ്റവും നല്ലൊരു അറ്റംപ്റ്റിന് വേണ്ടി തയ്യാറെടുക്കാം. IPTS 2025 സൈക്കിൾ 2 ഡിസംബർ 1 സെൽഫ് അസസ്മെൻറ്റ് ടെസ്റ്റോടു കൂടിയാണ് ആരംഭിക്കുന്നത്. ഈ ടെസ്റ്റ് എല്ലാ ആസ്പിരൻസിനും ഓപ്പൺ ആയാണ് കണ്ടക്ട് ചെയ്യുന്നത്. സോ വി ഇൻവൈറ്റ് ഓൾ സീരിയസ് ആസ്പിരൻസ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദിസ് ടെസ്റ്റ്. ഈ ടെസ്റ്റിലേക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള രജിസ്ട്രേഷൻ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്. സോ ലെറ്റ് us work together and give a very good attempt in 2025 prelims.